ഹായ് മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ നോക്കണേ. അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ. ഓക്കെ, എന്താ മനസ്സിലാകുന്നുണ്ടോടാ? അതിൻ്റെ അടുത്ത് ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം. ഇതൊരു 2008 കൊടുക്കാം, ഇത് 2019, ഇത് 20, ഇത് 21, ഇത് 22, ഇത് 23 കൊടുക്കാം. ഓക്കെ, എന്താ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാം. ബൈ ദ വേ, ഇത് എഡ്യൂപോർട്ടിൻ്റെ പുതിയ നീറ്റ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്കും ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് അല്ലേ, ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എടാ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ, ഫസ്റ്റ് ചാൻസിൽ അതായത് +2 പരീക്ഷയുടെ ഒപ്പം തന്നെ അതേ വർഷം നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതി നല്ല റാങ്ക് വാങ്ങി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണമാണ്. അതായത് 2008 ഞാൻ കൊടുക്കാം, കാരണം ഞാൻ നീറ്റും ജെഇയൊക്കെ എഴുതിയ വർഷം ആ വർഷമായിരുന്നു. അന്നൊക്കെ NIT-കളിലും അതേപോലെ തന്നെ എന്താണ് മെഡിക്കൽ കോളേജുകളിലൊക്കെ 50%-ലേറെ കുട്ടികളും എന്തായിരുന്നു ഫസ്റ്റ് ചാൻസിൽ കയറുന്ന കുട്ടികളായിരുന്നു. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വന്ന് 2019 വരെയൊക്കെ, 2019 ഒരു 10-20% ഉള്ളൂ. പക്ഷെ അടുത്ത 3 വർഷം എന്താ ഫസ്റ്റ് ചാൻസ് കുട്ടികളുടെ തള്ളിക്കയറ്റായിരുന്നു. 2021, 2022 അതെന്താ സംഭവം? എന്താ സംഭവിച്ചിട്ടുണ്ടാവാ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ, ആ ഒരു മേനോൻ ഉണ്ടായിരുന്നില്ല, ഒരു ഹാഫ് മലയാളി, 720 വാങ്ങിയ കുട്ടി, ഒരു പെൺകുട്ടി. നിങ്ങൾ ഇന്റർവ്യൂ കണ്ട് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞു, എൻ്റെ അവളെ പേരെപ്പോഴും എന്നോട് മറന്നു. അവളൊക്കെ ഈ വർഷങ്ങളിലായിരുന്നു. എന്താ റീസൺ? റീസൺ എന്താ? കോവിഡ് ആണ് അല്ലേ. അതായത് കോവിഡ് ആയപ്പം മെയ്യിലെ ആദ്യത്തെ ഞായറാഴ്ച നടക്കേണ്ട നീറ്റിന്റെ പരീക്ഷ എന്ത് സംഭവിച്ചു? ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ നടന്നു ഈ 3 വർഷങ്ങളിൽ. അപ്പോൾ ഫസ്റ്റ് ചാൻസിലെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ കിട്ടി. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ സമയം കിട്ടി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് സാർ അപ്പോൾ റിപ്പീറ്റേഴ്സിനെ കിട്ടിയില്ല. എടാ, കിട്ടിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ചാൻസിലെ കുട്ടികൾക്ക് ആദ്യ തവണ നീറ്റ് കിട്ടാത്തതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. അവർ സ്കൂളിന്റെ കൂടെ ഇത് പഠിക്കുമ്പോൾ കുറേ പോർഷൻസ് പെൻഡിങ് ഉണ്ടാവും. ആ പെൻഡിങ് ഒക്കെ തീർക്കാൻ എന്താ, മാർച്ച് 31 പരീക്ഷ കഴിഞ്ഞിട്ട് ഒരൊറ്റ മാസമേ അവരെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ എന്ത് ചെയ്തു? 3-4 മാസം അധികം കിട്ടി. അവർ ആ പെൻഡിങ് മര്യാദയ്ക്ക് പഠിച്ചു തീർത്തു, നല്ല റാങ്ക് വാങ്ങി. എയിംസിലൊക്കെ ഫസ്റ്റ് ചാൻസുള്ള കുട്ടികളുടെ തള്ളിക്കയറ്റായിരുന്നു. അത് ടോപ്പ് റാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വർഷങ്ങൾ ഫസ്റ്റ് ചാൻസിലെ കുട്ടികൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഇത്തവണയും ആവർത്തിക്കും. അതെങ്ങനെ സാറേ? അതായത് എടാ, പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുമ്പോൾ എന്താ, നിങ്ങൾക്ക് കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാനുള്ള സമയമല്ലേ കിട്ടുന്നത്. പക്ഷെ ഇത്തവണ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷന്റെ അളവ് കുറച്ചു. അതായത് ഏകദേശം ഒരു 25% പോർഷൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയം തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നീറ്റിന്റെ സിലബസിൽ പ്രാക്ടിക്കൽസിന് വേണ്ടി പ്രത്യേക സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റുകളിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടുണ്ട്. മുമ്പ് വളരെ അപൂർവമായിട്ടാണ് വല്ല വെർനിയർ കാലിപ്പറോ മറ്റേ സ്ക്രൂ ഗേജ് ഒക്കെയാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് പ്രത്യേക സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എത്ര ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് അറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, റിപ്പീറ്റേഴ്സിനൊക്കെ അല്ലെ റീറിപ്പിന് മുമ്പ് എപ്പോഴോ ചെയ്ത ലാബ് ഓർമ്മ ഉണ്ടാവും, അവർക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ ലാബ് എന്ന് പറഞ്ഞ ഒരു കാട്ടിക്കൂട്ടലല്ലേ, എന്ത് ആ 40 മാർക്ക് എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാനുള്ള പരിപാടി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ലാബിനെ അപ്രോച്ച് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യണം, അതിൽ എന്ത് ഇവിടുന്ന് എങ്ങനെയാണ് നീറ്റിന് ചോദ്യം വരിക നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ചിലപ്പോൾ ഒരു 4-5 ചോദ്യം വന്നാൽ കിട്ടി, നീറ്റ് രക്ഷപ്പെടും നിങ്ങൾക്ക്. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എല്ലാവർക്കും ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കാൻ പറ്റണമെന്നില്ല. അതായത് ഈ ഒരു കാര്യം, അതായത് ഫസ്റ്റ് ചാൻസ് തന്നെ നീറ്റ് കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഒരുപാട് കൂടുതലാണെന്നുള്ള കാര്യം എന്താണ്, നിങ്ങളിപ്പോൾ ഒക്ടോബറിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മുന്നിൽ നീറ്റിന് ഇനിയും ഒരു 6 മാസം കൂടെ നിങ്ങൾക്ക് സമയമുണ്ട്. 6 മാസം ധാരാളമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി +1 തുടങ്ങുമ്പോൾ കുറച്ച് കാലമെങ്കിലും നിങ്ങൾ നീറ്റിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവും. ചില കുട്ടികൾ 3 മാസമായിരിക്കും, ചിലർ 6 മാസമായിരിക്കും, ചിലർ +1 മുഴുവൻ ഉണ്ടാവും. +2 എത്തപ്പോഴാണ് ബോർഡ് മാത്രം നോക്കുക, പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ചില കുട്ടികൾ ഇതുവരെ പതറാതെ എന്തിട്ടുണ്ടാവും, +1 തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നീറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ചില ചാപ്റ്റേഴ്സ് ഒക്കെ പെൻഡിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും 3 മാസമെങ്കിലും നിങ്ങൾ നീറ്റിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 6 മാസം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ നീറ്റ് കിട്ടും. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്, മെയ് 5-നാണ് തോന്നുന്നു പരീക്ഷ. മെയ് 5 പരീക്ഷ കഴിഞ്ഞ് മെയ് അവസാന വീക്കിൽ നിങ്ങളുടെ നീറ്റ് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക്, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ, ഒരു ജൂലൈ ആകുമ്പോൾ യു വിൽ ബി റോക്കിംഗ് ഫ്രം വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻ കേരള ഓർ ഇന്ത്യ. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ആ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റാറ്റസ് ഇടുന്ന, സ്റ്റോറി ഇടുന്ന ആലോചിച്ച് നോക്ക്.
ഉറപ്പായിട്ട് ഇനി അങ്ങോട്ടുള്ള 6 മാസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അതിനുള്ള സ്റ്റഡി ടിപ്പൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തരും. പക്ഷെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, സാധാരണ പറയുന്നത് പോലെ തന്നെ 80% നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ ദ പ്രോപ്പർ ഗൈഡ് ലൈൻസുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കായി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി.